ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു വീക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ വന്ന് അങ്ങനെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും മഴയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിൽ നല്ല മഴയല്ലേ, അപ്പം ഇവിടെയും നല്ല മഴയാണിപ്പം. അങ്ങനെ രാവിലെ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വായി നോക്കിയൊക്കെ നിന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിക്കാം. ഇപ്പോൾ ചായ ഇടയിൽ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഏട്ടനും ഇപ്പം അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല. എണീറ്റ് വരുമ്പോഴേ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ എൻ്റെ ജോലി ഫുൾ അങ്ങോട്ട് തുടങ്ങുന്നത്. ഇന്നത്തെ ലഞ്ചിന് കൊടുത്തു വിടുന്നത് മഷ്റൂം ബിരിയാണിയാണ്. അപ്പം ഞാൻ ബസുമതി റൈസ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ എന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് മസാലയ്ക്കുള്ള ഒണിയനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഉണ്ടല്ലോ, അതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി തക്കാളി വേണം. അതിന് മുമ്പ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി, ഒരു 2 ചെറിയ തക്കാളിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കൂണിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി കുറച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി മഷ്റൂം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. കണ്ടേ, ഇപ്പം നല്ല വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റൈസും അപ്പോഴത്തേന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോകാൻ പാടില്ല, ഇതുപോലെ ഇങ്ങനെ വേറിട്ട് നിൽക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ മസാലയെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ പിന്നെ ഇച്ചിരി വേവൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ സ്റ്റീമിൽ ബാക്കിയും കൂടെ ആ ചോറൊന്ന് വെന്ത് വന്നോളും. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല, അപ്പം ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇച്ചിരി ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ആ സ്റ്റീമിൽ കിടന്ന് അതൊന്ന് ഉരുകി നന്നായിട്ട് വരും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും പീനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഏട്ടനും വർഷക്കുട്ടിയും പോയി. അപ്പോൾ അവർ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ധൃതിയായിരുന്നു, പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഓൾറെഡി ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മടി പിടിച്ച് എഴുന്നേറ്റ് വരാൻ വേണ്ടി. അങ്ങനെ വിവാൻ കുട്ടിയുന്നുണ്ട്, മഴ നനഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഇനി എത്ര ദിവസം ഈ മഴ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ വന്നിട്ട് ഫുള്ള് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബ്രഷ് മേടിച്ചാൽ പിന്നെ നല്ല സുഖമാണ് കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേബിളും ഒക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിക്കും. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന്. പിന്നെ എഴുന്നേറ്റ് പോകാനുള്ള മടി കൊണ്ട് പിന്നെ അങ്ങനെ വിടും. പിന്നെ എന്തായാലും ഫുള്ള് അതൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്തെടുത്തു. എപ്പോഴാണ് ഓർത്തത് ബേർഡ്സിന് ഫുഡ് വെച്ചില്ല. ഏട്ടൻ പോകുമ്പോഴേ പറഞ്ഞിട്ടാണ് പോയത്. സാധാരണ ഏട്ടനാണ് എപ്പോഴും കൊണ്ടുപോയി രാവിലെ വെക്കുന്നത്. ഇന്ന് ഏട്ടന് ഒട്ടും സമയമില്ല. ഞാൻ പറഞ്ഞത് എല്ലാം ലേറ്റായിട്ടാണ് എഴുന്നേറ്റതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയി അതിന് ഫുഡ് വെക്കണമെന്ന്. ഞാനത് തുടച്ചുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പോയി പെട്ടെന്ന് ഫുഡൊക്കെ വെച്ചു. ഇപ്പം നിറയെ ബേർഡ്സ് വരുന്നുണ്ട് കേട്ടോ. അണ്ണാനാണ് കൂടുതലും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്നിട്ട് അതിൻ്റെ മേളത്തെ മൂടിയൊക്കെ തുറന്നിട്ട് കഷ്ടപ്പെട്ടൊക്കെ ഇത് കഴിക്കുന്നതാണ്. എന്നിട്ട് തറയിലൊക്കെ വീഴുന്നൊക്കെ ബേർഡ്സൊക്കെ വന്ന് കഴിക്കും. ബാക്കിയൊക്കെ അതും ഇതും കൂടെ അടിയൊക്കെ കാണാം, ഓടിച്ചൊക്കെ വിടും. അതിന് ഞാൻ തിരിച്ച് വന്നിട്ട് വെളിയിലത്തെ ആ ഒരു ഭാഗം കൂടെ എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്തെടുത്തു. ഞാൻ ഹാളൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി. ഇപ്പോൾ അവിടെ നിന്ന് ഫ്ലവേഴ്സിലെ പൂവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട്, വേറെയും കുറേ കളർ പൂവുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. അപ്പോൾ ബാക്കി ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ അതത്ര വലിയ മാച്ച് ആവുന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല മഴയൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ. 2 സവാള എടുത്തിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഞെവിടി കണ്ട ഉള്ളിൽ ഇങ്ങനെ വെള്ളം വരണം. എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച ഒരു അരമണിക്കൂറൊക്കെ വെക്കാമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിലും ചെയ്യാം, പക്ഷേ ടേസ്റ്റ് കുറച്ച് വ്യത്യാസപ്പെടും. അല്ലെങ്കിൽ മൈദ പകുതി അതുപോലെ തന്നെ കടലമാവ് പകുതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതിങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. പിന്നെ ലാസ്റ്റിൽ കുറച്ചുകൂടെ ഒന്ന് മുരുമുരുപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി. ഇനി നമ്മൾ ഈ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു കിഴുത്തിട്ട് കൊടുക്കുക, ഉഴുന്നവടയുടെ ഒരു ഷേപ്പിൽ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മുരുമുരാന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട്. അധികം അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിയോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ വിവാൻകുട്ടിയുടെ സ്കൂളിൽ ഒരു ഫാമിലി ഫൺ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റെം ഫാമിലി ഫൺ ഇവൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. സ്റ്റെം എന്ന് പറഞ്ഞാൽ S ഫോർ സയൻസ്, T ഫോർ ടെക്നോളജി, E ഫോർ എൻജിനീയറിങ്, M ഫോർ മാത്തമാറ്റിക്സ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത ഇതാണ്. പിന്നെ അതുപോലെ തന്നെ റോക്കറ്റ് സയൻസ് ഉണ്ടായിരുന്നു, പിന്നെ എയ്റോപ്ലെയിൻ ചലഞ്ച്, ലെഗോ ബിൽഡിങ്ങിന്, അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നമുക്ക് ബുക്ക് ചെയ്യാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് 2 ക്ലാസ്സിനെ പോകാൻ പറ്റത്തുള്ളൂ. ടൈം അങ്ങനെയാണ്, ഒരു 6:15 തൊട്ട് 7 o'clock വരെ, പിന്നെ 7 to 7:30 അത്രയാണ്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 3/4 മണിക്കൂർ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് ഇതാണ്. ഈ ക്ലാസ് പെട്ടെന്ന് തീരുവാണെങ്കിൽ നമുക്ക് അടുത്തതിൽ പോവാം കേട്ടോ. പിന്നെ ഒരുപാടെണ്ണം ഒരേ സമയത്താണ് കൊടുത്തിരുന്നത്. കാരണം ഇവർക്ക് ആൾക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ക്ലാസ്സിൽ പോകുമല്ലോ. നമ്മളെടുത്തേക്കുന്ന ഈ ഒരു ക്ലബിൻ്റെ പേര് മീറ്റ് മാർട്ടി എന്നാണ്. അപ്പോൾ മാർട്ടി എന്നുള്ളത് ഈ റോബോട്ടിൻ്റെ പേരാണ്. അപ്പോൾ അതിന് ആ ഒരു റോബോട്ടിനെ നമുക്ക് ചലിപ്പിക്കാനുള്ള കോഡൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോബോട്ടിനെ കണ്ടപ്പോൾ തൊട്ട് എല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഡൊക്കെ അവർ പറഞ്ഞൊക്കെ കൊടുക്കും. അങ്ങനെ പിള്ളേരുടെയൊക്കെ ഇങ്ങനെ ചലിച്ചു തുടങ്ങി. ഇങ്ങനെ വിവാൻ്റെ ഫൈനലി സ്റ്റാർട്ടായിട്ടുണ്ട്. വർഷക്കുട്ടിക്ക് എന്തോ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ സാറ് വന്ന് എല്ലാം കണക്റ്റൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ വിവാൻകുട്ടിയുടെ റോബോട്ട് ഇപ്പോൾ സ്റ്റാർട്ടായി. ഇത് വർഷക്കുട്ടിയുടെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇപ്പം ഡാൻസൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ പിന്നെ അതിനെയും കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാമെന്നുള്ള കോഡൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ കണ്ണിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തും. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ക്യൂട്ട് ഒരു ക്ലാസ്സായിരുന്നു. എല്ലാ പിള്ളേർക്കൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ വർഷക്കുട്ടി ഫൈനലി അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൊതുവെ അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്, കോഡിങ്ങിനോടൊന്നും. പക്ഷേ ഇതിന് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏട്ടനാണ് കൂഹുകൊണ്ട് അതിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാനെക്കാട്ടി ഇൻട്രസ്റ്റ് ഇപ്പോൾ ഏട്ടനായിരുന്നു. വിവാൻകുട്ടി അവൻ്റെ റോബോട്ടിനെയും കൊണ്ട് ഫുട്ബോളൊക്കെ കളിപ്പിക്കുകയാണ്. കോഡ് എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. 1 മണിക്കൂറല്ല, അത് 3/4 മണിക്കൂറിൻ്റെ സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് ഇപ്പോൾ കയറും. അപ്പം നമ്മളിനി അടുത്തതിന് ലെഗോ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. വർഷക്കുട്ടി വേറെ എന്തോ ഒരു DNA അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ഇതിൽ പക്ഷേ എന്തോ ഒരു ചാലഞ്ച് പോലെയായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അവരവർ തന്നെ ചെയ്യണം, ക്യൂബോ അല്ലെങ്കിൽ വീട് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഇവാൻ ഇതും ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിലും കൊടുത്തത്. അങ്ങനെ ഇവിടെ പിന്നെ പേരൻസും കൂടെ ചേർന്നിരുന്ന് എല്ലാവരും കൂടി ഇരുന്നാണ് പിള്ളേരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ബിൽഡൊക്കെ ചെയ്യുന്നത്. അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫ്രീ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. വർഷക്കുട്ടി നോക്കുക, അബാക്കസിൻ്റെ ഒരു ഷേപ്പിൽ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.